മലയാളികൾക്ക് വളരെ പ്രധാനമാണ് മെഴുക്ക് പുരട്ടി. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, ചക്കക്കുരു മെഴുക്ക് പുരട്ടി, പാവയ്ക്ക മെഴുക്ക് പുരട്ടി, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, കോവയ്ക്ക മെഴുക്ക് പുരട്ടി. ഇതിലെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവരും പലതരത്തിൽ ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യുന്ന തരമാണ് കാണിക്കുന്നത്. 2-3 തരത്തിൽ ചെയ്യും, അതിലൊരു തരത്തിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കി കഴിഞ്ഞാൽ ഇത് മാത്രം മതി ചോറുണ്ണാൻ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പിന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ചെറുതായിട്ടാണ് അരിയുന്നത്, അപ്പോൾ അത് പെട്ടെന്ന് മൂക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കോവയ്ക്കകത്ത് ഞാൻ വെള്ളം ചേർക്കാറേ ഇല്ല മെഴുക്ക് പുരട്ടി വയ്ക്കുമ്പോൾ. വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കയാണ്. വീടിൻ്റെ മുറ്റത്തോ സ്ഥലമോ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ചട്ടിക്കകത്തോ വീടിൻ്റെ മുറ്റത്ത് എവിടെയെങ്കിലുമൊക്കെ പറ്റുന്ന പച്ചക്കറികളും കിളിപ്പിക്കാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ നല്ല ഓർഗാനിക്കായിട്ടുള്ള വിഷമില്ലാത്ത പച്ചക്കറികൾ കൂട്ടി നമുക്ക് ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്യാം. അതിലേക്ക് മഞ്ഞൾ, മുളക് പൊടി, ഉപ്പ്, എന്നിട്ട് ഇത് നമ്മളൊന്ന് തിരുമ്മി വെക്കണം. കാര്യം കോവയ്ക്കയൊക്കെ നമ്മൾ മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ ചട്ടിക്കകത്തോട്ട് ഈ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപോലെ എല്ലായിടത്തും പിടിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് തിരുമ്മി വെക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ഒരുപോലെ ഉപ്പും എരിയുമൊക്കെ പിടിക്കും. എന്നിട്ടിത് മാരിനേറ്റ് ചെയ്താൽ വെക്കുകയൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് എണ്ണയൊക്കെ ചൂടാകുമ്പോഴത്തേന് ഇത് തയ്യാറായിക്കോളും. അതവിടെ ഇരിക്കട്ടെ. തീ കത്തിച്ചതിന് ശേഷം നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. മെഴുക്ക് പുരട്ടി വയ്ക്കുമ്പോൾ എപ്പോഴും ചുവട് കട്ടിയുള്ള പാത്രം വയ്ക്കണം, ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ ബേസിൽ പിടിക്കും. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞാൽ എണ്ണയാണ്. മെഴുക്ക് പുരട്ടുക. മെഴുക്ക് പുരട്ടിക്ക് സാധാരണക്കാട്ടിൽ അല്പം കൂടെ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കണം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കൊരല്പം ജീരകം ഇടാം. ജീരകം പൊട്ടുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ ഒരു മണം വരും നമുക്ക്. അരിയുമ്പോൾ തന്നെ വരും, എങ്കിലും അത് റോസ്റ്റ് ആകുമ്പോൾ നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരും. 25 to 30 സെക്കൻഡ്സ് ഒന്ന് ഇളക്കിയാൽ മതി. ആ സമയം നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇടാം. ഇനി ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട്. വെള്ളം ഒട്ടും ഒഴിക്കരുത്. തീ കുറയ്ക്കണം. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. കോവയ്ക്കകത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അപ്പം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് ഒന്ന് ഇളക്കി എല്ലായിടത്തും നല്ലതുപോലെ എണ്ണയൊന്ന് പുരണ്ടതിന് ശേഷം നമുക്ക് തീ കുറച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. തീ കുറയ്ക്കാൻ മറക്കരുത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയാൽ മതി. ഇത് വേകാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ലല്ലോ. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കണം. അപ്പോൾ ആവിയിൽ അത് വേകും. ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. അങ്ങനെ ഒരു 2 പ്രാവശ്യമായി കഴിയുമ്പോഴത്തേന് അത് വെന്തിട്ടുണ്ടാവും. ഇനി നമ്മളിത് അടച്ചു വയ്ക്കണ്ട. അങ്ങനെ ഒരു 3 മിനിറ്റ് വെച്ച് 2 പ്രാവശ്യം അടച്ചു വെച്ചല്ലോ, അത് മതി. തന്നെയല്ല, ഇത് കുറച്ചല്ലേ ഉള്ളൂ. ഇത് വേകണം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇനി ഇത് നമ്മൾ തുറന്നു വെച്ചതിന് ശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടേക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ കണക്കനുസരിച്ച് മൂത്ത് കഴിയുമ്പോൾ കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയാണ്. ഇങ്ങനെ നിരത്തിയിടുന്നത് എല്ലാം ഒരുപോലൊന്ന് റോസ്റ്റ് ആകാനായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം ഒട്ടും ചേർക്കാത്തത് കൊണ്ട് ഇത് കുഴഞ്ഞു പോകത്തുമില്ല. ചെറുതായിട്ട് അരിഞ്ഞാലും കുഴഞ്ഞു പോകത്തില്ല. ഇനി ഇത് അടച്ചു വെക്കരുത്. ഇപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയാണ്. ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രാ എണ്ണയെല്ലാം ഇനി പോരും. എന്നിട്ട് നമ്മളത് സെർവ് ചെയ്യാനായിട്ട് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ മെഴുക്ക് പുരട്ടി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തംസ് അപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.